വെറ്റിലയുടെ സമയം തെളിഞ്ഞ് കഴിഞ്ഞ മാർക്കറ്റിൽ എന്നാ വിലയുണ്ടെന്നറിയാം. ഇപ്പോൾ കഴിഞ്ഞ മാർക്കറ്റിൽ എനിക്ക് 200 രൂപ വില കിട്ടി. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു മിഞ്ഞാന്നത്തെ ചന്തയ്ക്ക് എനിക്ക് 180 കിട്ടിയുള്ളെങ്കിലും വെറ്റിലയ്ക്ക് ഇനിയും മേളോട്ടേ വില പോവുകയുള്ളൂ. 200 250 വില പോകാൻ ചാൻസേ ഉള്ളൂ. അത് കുറയില്ല. കാരണം വെറ്റില കൊടി കൃഷിയുടെ എന്ന് പറഞ്ഞാൽ കൃഷി ഇത് കൊടിക്ക് തളർപ്പില്ല. അപ്പം വെറ്റില ഇല്ല, അടുത്ത ചന്തയ്ക്ക് വെറ്റില എടുക്കാനേ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് വിലയിലും മാറ്റങ്ങൾ വരാൻ ഉള്ള സാധ്യത. വിശ്വസിക്കാവുന്ന വരുമാനമാണ് അത്. വില എന്ന് പറഞ്ഞാൽ ഏറിയും കുറഞ്ഞും വരും. പക്ഷേ എങ്കിൽ നമുക്കത് സ്ഥിരം ഒരു വരുമാനം തന്നെയാണ്. ഒരിക്കലും അത് ഇല്ലാതെ വരില്ല. അത് ഏറിയും കുറഞ്ഞും വരും. പക്ഷേ എങ്കിൽ നമുക്ക് എന്നും അതൊരു വരുമാനം തന്നെയാണ്. നമസ്കാരം, ഞാൻ മധുകുമാർ. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ തഴക്കര പഞ്ചായത്തിൽ തഴക്കര കൃഷിഭവൻ്റെ പരിധിയിലുള്ള ഒരു കർഷകനാണ്. എൻ്റെ മുഖ്യ കൃഷി എന്ന് പറഞ്ഞാൽ വെറ്റില കൃഷിയാണ്. വെറ്റിലയാണ് എൻ്റെ മുഖ്യ വരുമാന മാർഗം. ആഴ്ചയിൽ 2 ദിവസം ഞാൻ പന്തളം മാർക്കറ്റിലാണ് എൻ്റെ വെറ്റ കൊണ്ടുപോകുന്നത്. തിങ്കളും വ്യാഴമാണ്. ഇപ്പോൾ വെറ്റിലയ്ക്ക് നല്ലൊരു വിലയാണ്. ഇന്നലെ ഏതാണ്ട് 180 രൂപ വിലയെ നടന്നുള്ളൂ. എന്നാലും എനിക്ക് 180 രൂപ വില കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് എൻ്റെ ഒരു മുഖ്യ വിളവ്. പിന്നെ അല്ലാതെ അതുകൂടാതെ കപ്പ, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികളും മറ്റ് പച്ചക്കറികളും ഞാൻ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് ടോട്ടല് 2.5 ഏക്കർ കൃഷിയിലാണ് സ്ഥലമുണ്ട്. പാട്ടത്തിനായാലും എല്ലാം കൂടെ അതിലാണ് ഞാൻ എൻ്റെ കൃഷി ചെയ്തു വരുന്നത്. പന്തളം മാർക്കറ്റിലാണ് ഞാൻ വെറ്റില കൊണ്ടുവന്നത്. ആഴ്ച 2 ദിവസം. അത് തിങ്കളും വ്യാഴവുമാണ് എൻ്റെ മാർക്കറ്റ് ഡേ. ഞാൻ വ്യാഴാഴ്ച വെറ്റ കൊണ്ടുപോകണമെങ്കിൽ ചൊവ്വയും ബുധനുമാണ് എൻ്റെ വിളവെടുപ്പ്. അതേപോലെ തന്നെ തിങ്കളാഴ്ച വെറ്റ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ശനിയും ഞായറുമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്. ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ഈ പന്തലുകൾ, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 2 ദിവസം വേണം. ഞാൻ ഒറ്റയ്ക്ക് ഇത് വെറ്റയെടുക്കണം, അത് രാത്രിയിൽ ഇരുന്ന് എടുക്കണം, പിന്നെ അത് കെട്ടി ചന്തയിൽ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അത്രയും ടൈമിങ് എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ ഒരു കൂലിക്കാരെ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ വിളിക്കാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൃഷികളെല്ലാം ചെയ്തു പോകുന്നത്. ഇത് കണ്ടോ വെറ്റില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ഒരു ഇതാണെന്നാണ് പണ്ട് മുതലുള്ള ആൾക്കാർ പറഞ്ഞു വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറ്റില മറ്റ് ദക്ഷിണകൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു ഇതാണ്. വെറ്റിലയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു വരുമാന മാർഗമാണ്. എൻ്റെ അച്ഛൻ ഉള്ള കാലം മുതലേ അന്ന് 15-20 വർഷത്തിന് മുകളിൽ വെറ്റില കൊടി കിടന്നിട്ടുണ്ട്, ഒരു കേടും വരാതെ. നമ്മൾ എത്രയോ ഇതിനെ നോക്കുന്നോ അതേ രീതിയിൽ തന്നെ ഇരിക്കും നമ്മുടെ വെറ്റില കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പന്തളം ചന്തയിൽ ഞാൻ ആഴ്ചയിൽ 100-120 കെട്ട് വെറ്റ കൊടുക്കുന്നു. അങ്ങനെ ആഴ്ച 2 മാർക്കറ്റിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. വെറ്റ കൂടുതലുള്ള സമയത്ത് എനിക്ക് നല്ല തളർപ്പും ഇതുള്ള സമയത്ത് എനിക്ക് വെറ്റ കൂടുതലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെറ്റില ആ തളർപ്പ് കുറവായതുകൊണ്ട് ഇപ്പം വെറ്റില കുറവാണ്. ഇപ്പോൾ 60-70 കെട്ട് വെറ്റ എനിക്ക് മാക്സിമം കിട്ടുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പമുള്ള വെറ്റയുണ്ട്, ചെറുപ്പമുള്ള വെറ്റയുണ്ട്. രണ്ടിനും 2 വിലയാണ്. ഈ വലിപ്പമുള്ള വെറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 180 രൂപയും ഈ ചെറുവെറ്റയ്ക്ക് 30-25 രൂപ വില നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വെറ്റില എന്ന് പറഞ്ഞാൽ 20 വെറ്റയാണ് ഒരടുക്ക്. ആ 4 അടുക്ക് കൂടുന്നതാണ് 80 വെറ്റ. അതാണ് ഒരു കെട്ട് വെറ്റ എന്ന് പറയുന്നത്. അതിനാണ് കഴിഞ്ഞ മാർക്കറ്റിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 200 കിട്ടി. കഴിഞ്ഞ എങ്കിൽ ഇപ്പം ഒരു ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട്. മിനിഞ്ഞാന്നത്തെ വില എന്ന് പറഞ്ഞാൽ 180 എങ്കിലും ഇപ്പോൾ ഈ കൊടിക്കകത്ത് തളർപ്പില്ല. അപ്പം വെറ്റ അതിനകത്ത് എണ്ണത്തിൽ കുറവാണ്. പക്ഷേ എങ്കിലും ഇനിയും വെറ്റയ്ക്ക് വില കയറാനേ ഉള്ളൂ സാധ്യത. ഈ വെറ്റില ഞാൻ ഇട്ടിട്ട് ഇപ്പം ഇത് 2 വർഷം കഴിഞ്ഞു. എനിക്ക് നല്ലൊരു വിളവ് കിട്ടുന്നുണ്ട്. ഞാൻ പന്തളം മാർക്കറ്റിലാണ് ആഴ്ച 2 ദിവസം ഞാനിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സ്ഥിരം കച്ചവടക്കാരനുണ്ട്. നമുക്ക് സ്ഥിരം അയാൾക്ക് തന്നെ കൊടുത്താൽ മതി. നമുക്ക് അവിടെ നടക്കുന്ന ആ വില തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വിറ്റഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വിളവെടുപ്പ് നടത്തുന്നതെങ്കിലും ഞങ്ങൾ കർഷകർ 8 പേര് കൂടിയാണ് ഒരു വണ്ടി പിടിച്ച് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വെറ്റകൾ കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഈ കർഷകരെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഇതേപോലെ ഓരോ കാര്യത്തിന് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ വെറ്റിലക്കൊടി നടുന്ന സമയത്ത് ഈ സ്ഥലം മൊത്തം ആദ്യം മൊത്തം കിളച്ച് റെഡിയാക്കി അതിനകത്ത് മൊത്തം അഴുക്കുകൾ, ചവറുകളെല്ലാം മാറ്റി, പോച്ചയുടെ നാരുകളെല്ലാം മാറ്റി, പാത്തിമാരും എല്ലാം എടുത്ത് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം ഇതിനകത്ത് കുമ്മായം വാരി ചേറി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ആ പാത്തി കിളച്ച് അതിനകത്ത് അത് കഴിഞ്ഞാണ് നമ്മൾ ഈ തണ്ട് നടുന്നത്. തണ്ട് നടുന്നതെന്ന് പറഞ്ഞാൽ തണ്ട് നമ്മൾ വാങ്ങി വന്നതിന് ശേഷം അത് മുറിച്ചിട്ട്
സൂഡോമോണസ് എന്നൊരു ലായനി ഉണ്ട്. അത് പൗഡറാണ്. പൗഡർ അത് നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട്, അതായത് 1 ലിറ്റർ വെള്ളത്തിന് അത് 20 ഗ്രാമാണ്. 20 ഗ്രാം അത് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു വെള്ളത്തിൽ ഈ കൊടിയുടെ തണ്ട് അതിനകത്ത് മുക്കി വെച്ച് ഏതാണ്ട് 20-25 മിനിറ്റോളം നമ്മൾ അതിനകത്ത് വെക്കുക. അതിനുശേഷം മാത്രമേ ഈ തണ്ട് ഈ പാത്തിയിൽ നമ്മൾ നടുകയുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ കേടുപാടുകളൊന്നും വരാതിരിക്കാൻ അതിനുള്ള നമ്മളെ ഒരു മുൻകരുതലുകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുക. അതുപോലെ തണ്ടിൻ്റെ പെട്ടെന്ന് ഈ വേരോടാനും അതിന് മുള പെട്ടെന്ന് വരുകയും നമുക്ക് കിട്ടും. 15 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന് മുള വന്നിരിക്കും. ഇലയോടുകൂടി മുള വരികയും ചെയ്യും. അതിനുശേഷം ഞാൻ ഇത് ചെയ്യുന്നത് പറഞ്ഞാൽ പിന്നീട് 15-20 ദിവസം കഴിയുമ്പോൾ ഞാനൊരു ചാരം ചേറിയതിന് ശേഷമാണ് പിന്നെ ഒരു ചെറിയൊരു പൊടിവളം, അതായത് അതൊന്നും വേണ്ട നമുക്കൊന്ന് ഇതിനു വേണ്ടി മാത്രം. പിന്നെ അതിനുശേഷം ഇത് കൊടി തളിർത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ ചാണകപ്പൊടിയും പിന്നെ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞൊരു പൗഡറുണ്ട്. ആ പൗഡറും കൂടെ നമ്മളെ പുട്ടുപരുവത്തിൽ മിക്സ് ചെയ്ത് രണ്ടും കൂടെ അതും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് നല്ല പുട്ടുപൊടി പരുവമാക്കിക്കൊണ്ട് മാത്രം ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ ചേറി കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് കൂടുതൽ രാസവളങ്ങളോ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ മരുന്നടി സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഈ സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തണ്ട് നല്ല കരുത്തിലും ഇതായിട്ട് വരികയും ചെയ്യും. അഥവാ ഈ കരിച്ചിൽ അങ്ങനെയുള്ള ഒരു ഇത് വരുവാണെങ്കിൽ മാത്രം ഈ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞ ആ പൗഡർ നമ്മളൊന്നുകൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കരുവുകൾ അതും മാറി കിട്ടും. ഇതിപ്പം ഞാനിത് 2ാമത്തെ ഇറക്കാണ്. ഇത് ഇപ്പം അപ്പുറത്തെ കൊടി കണ്ടില്ലേ, അത് മേളിൽ ചെന്ന് ആ പരുവത്തിൽ ഇത് നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ വീണ്ടും ഇതിനെ താത്ത് കൊണ്ടുവന്നെങ്കിലേ നമുക്ക് ഈ കൊടി തളിർക്കുകയുള്ളൂ, വെറ്റ വലിപ്പം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവെടുപ്പ് കിട്ടുകയും ചെയ്യും. അഥവാ മേളിൽ പോയി അത് തണ്ട് ഒടിയുന്നതിന് മുന്നേ തന്നെ നമ്മളിത് വീണ്ടും താത്ത് ഈ തണ്ട് ഇവിടെ വളച്ച് ഇതേപോലെ വെച്ച് മണ്ണിട്ട് വളങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു വെറ്റിലേക്ക് നല്ല ഒരു വലിപ്പങ്ങൾ ആകുകയും ചെയ്യും, നല്ല വിളവ് കിട്ടുകയും ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ വെറ്റ അങ്ങ് ചെറുതാവും. മേളിൽ നല്ല ചൂടും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മേളിൽ നമുക്ക് വെറ്റ കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വീണ്ടും നമ്മളതിനെ ഒന്നീ നമുക്ക് ആർക്കെങ്കിലും ഈ തല ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ തന്നെ നേരെ കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു 6-7 മാസം ഇരിക്കുമല്ലോ നമുക്കിത് ഇതേപോലെ ചെയ്ത് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇറക്കിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ, ഇവിടെ വരെയായി. ഇനിയിപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ഈ തല ചാടി പോവുകയും ചെയ്യും. അപ്പം മേളിൽ ചെല്ലുമ്പോൾ വീണ്ടും അത് തന്നെ ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ പന്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഈറ അതുപോലെ ഈ തൂണിന് മാത്രം ഈ ചാരുകാല് കൊടുക്കാൻ മാത്രം GA പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ മൊത്തം എൻ്റെ ഈറയാണ്. ഇത് മൊത്തം ഈറയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന സമയത്ത് അന്ന് 580 രൂപ വിലയാണ് അവിടെ മാർക്കറ്റിൽ. എനിക്ക് താമരക്കുളം മാർക്കറ്റിൽ അത് അവിടുന്ന് കയറ്റിക്കൊണ്ട് വരുന്നതിന് അവർക്ക് 10 രൂപ ഒരു കെട്ടിന് കയറ്റുന്നതിന് കൂലി, പിന്നെ വണ്ടി കൂലി എല്ലാം കൊണ്ട് വരുമ്പോൾ ഒരു 600-625 രൂപ എനിക്ക് ഇവിടെ വരുമ്പം വിലയാകുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ എനിക്ക് ആ മെറ്റീരിയൽസിൻ്റെ ഉള്ളു കൂടുതൽ കോസ്റ്റ്. ബാക്കിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലേബറിന് അധികം എനിക്ക് ചിലവ് വരുന്നില്ല. 1-1.25 ലക്ഷം രൂപ മേളിൽ എനിക്ക് പന്തലിൽ തന്നെ ചിലവ് വരുന്നുണ്ട്. ഈ ഉണക്ക സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 നേരം വെള്ളം അടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. മഴയാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ നനയ്ക്കേണ്ടതായില്ല. പിന്നെ എന്തെങ്കിലും വളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആ ഇലയിൽ പറ്റിയിരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു ചെറിയൊരു നനവ് മാത്രം മതി. ഈ കൊടിക്ക് വരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലപ്പുള്ളി, അതുപോലെ തണ്ട് കറുപ്പൻ, അങ്ങനെയുള്ള രോഗങ്ങളാണ്. ഇലപ്പുള്ളി വന്നു കഴിഞ്ഞാൽ കുറേ നാൾ കിടക്കും. പക്ഷേ ഈ തണ്ട് കറുപ്പൻ എന്ന് വന്നു കഴിഞ്ഞാൽ തണ്ട് പെട്ടെന്ന് അടിയുന്നേ അങ്ങ് അഴുകി അങ്ങ് പോയി, അങ്ങനെയുള്ള കാര്യമാണ്. പക്ഷേ എനിക്കിത് മുൻകാലങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇതില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കൊടി നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കും. വെറ്റയുടെ വില എന്ന് പറഞ്ഞാൽ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വെറ്റയുടെ വിലയ്ക്ക് മാറ്റങ്ങൾ വരാം. 2018 എന്ന് പറഞ്ഞാൽ പ്രളയ സമയത്ത് എന്ന് പറഞ്ഞാൽ വെറ്റിലേക്ക് എനിക്ക് 300 രൂപ വരെ 2 മാസം എനിക്ക് കിട്ടിയതാണ്. അന്ന് പറഞ്ഞാൽ വെറ്റിലയില്ല, ഒരുപാട് പേരുടെ കൊടികൾ നശിച്ച് അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് വെറ്റിലയ്ക്ക് വില ഒരുപാട് വരാം. ഇപ്പോഴതുപോലെ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ വരുമ്പോൾ ഇപ്പോൾ വെറ്റില കൊടി തളർത്തുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വെറ്റിലയ്ക്ക് 200-210 രൂപ വരെ മാർക്കറ്റ് വില വന്നിട്ടുണ്ട്. ഇത് ഫ്രഷ് സാധനമാണ്, നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് ഒറിജിനൽ വെറ്റില എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടുള്ള കാലം മുതൽ 4 കൂട്ടി മുറുക്കുക എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. ഇത് വെറ്റില എടുത്തിട്ട് ഇതിൻ്റെ ഞെടുപ്പുകൾ കളഞ്ഞ് ഇതിൻ്റെ അന്ന് ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് പാലെടുത്ത് ഇങ്ങനെ ഒരു വെപ്പ് ഇതൊക്കെ വെച്ച് ആ വെറ്റില, ചുണ്ണാമ്പ്, പാക്ക്, പൊയില ഇതെല്ലാം കൂടെ കൂട്ടി ഒരു മുറുക്ക് നല്ല ഒരു ഇതാണ്. ഇതേ നോക്ക്,
ഇതിനിടയ്ക്ക് ഞാൻ ഇടവേള കൃഷിയായിട്ട് ഉണ്ടമുളക് വെച്ചിട്ടുണ്ട്. എനിക്കതൊരു നല്ലൊരു വരുമാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മൾ ഈ നടക്കാത്ത പാത്തിയിൽ മൊത്തം ഞാൻ ഉണ്ടമുളക് വെച്ചേക്കുന്നത്. എനിക്കന്ന് പിന്നെ മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ 600 രൂപ കിലോയ്ക്ക് വില കിട്ടി. നല്ലൊരു വരുമാനമാണ്. 6-7 കിലോ മുളകാണ് നമ്മളന്ന് വിറ്റുകൊണ്ടിരുന്നത്. അതും നല്ലൊരു വരുമാനമാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള കർഷകർക്കും ഇതൊരു പ്രോത്സാഹനമായിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം നല്ലൊരു വരുമാനം വെറ്റില തന്നെയല്ല, ഇങ്ങനെ ഒരു കൃഷി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നല്ലൊരു ഇതാണ്.